നഗരാതിർത്തിയിലും സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ആദിവാസികൾ. മണ്ണാർക്കാട് ഈശ്വരമണ്ണ് കോളനിയിൽ വാഹനത്തിന്റെ അഭാവത്തിൽ ആദിവാസി യുവതി സ്വഗൃഹത്തിൽ പ്രസവിച്ചു. കോളനിയിലെ രാജന്റെ ഭാര്യ അനിതയാണ് തന്റെ 4ാമത്തെ കുഞ്ഞിന് വൈദ്യസഹായം ലഭിക്കാതെ ജന്മം നൽകിക്കൊണ്ട് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചത്. ഞങ്ങളുടെ കോളനി വന്ന ഈശ്വരമണ്ണ് കോളനിയാണ്. മണ്ണാർക്കാട് നിന്ന് 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. റോഡ് ഇല്ലാത്ത കാരണം റോഡുണ്ട്, അത് ചെളിയും അതും ഇതായിട്ട് കല്ലും മണ്ണുമായിട്ട് ഒരു വാഹനം വരാൻ പറ്റാത്ത രീതിയിലാണ്. ഇത് പണിയെടുത്തിട്ട് 1 കൊല്ലം കഴിഞ്ഞ് 2ാമത്തെ കൊല്ലം വാങ്ങി അവർ സർക്കാർ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വന്നാലും അവർ പറയുകയാണ് നാളെ നന്നാക്കി തരാം, ഇത് അടുത്ത കാലത്ത് നന്നാക്കി തരാം എന്നൊക്കെ പറയും മാത്രം കാര്യം പൂർത്തിയാക്കി തരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ മരുമോൾ ഈ റോഡിൽ തന്നെ വീട്ടിൽ തന്നെ പ്രസവിക്കാൻ കാരണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അതേമാതിരി എൻ്റെ ആടിനെ സുഖമില്ലായിട്ട് കൊണ്ടുപോകാൻ വഴിയില്ലാതെ നല്ല മഴയായിരുന്നു. അതുകൊണ്ടൊരു വാഹനം വരാൻ പറ്റാതെ ആ ആട് പ്രസവിക്കാതെ എന്ന നിലയ്ക്ക് കാലാണ് ആദ്യം വന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ആശുപത്രിയിൽ ഡോക്ടറെ വീട്ടിലെത്തിച്ചപ്പോൾ അത് കുട്ടിയും മരിച്ചു, തള്ളയും മരിച്ചു. അന്നനിവൃത്തിക്ക് വേണ്ടി കാടിറങ്ങിയ ആദിവാസികൾ നിരവധി വർഷങ്ങളായി നെല്ലിപ്പുഴയ്ക്ക് സമീപമുള്ള ഈശ്വരമണ്ണ് കോളനിയിൽ താമസമാക്കിയിട്ട് കോളനിയിലേക്കുള്ള വഴിയിൽ നിന്ന് തന്നെ ഇവിടെ ദുരിതം തുടങ്ങുന്നു. 8 വീടുകളിലായി നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന കോളനിയിലെ വിദ്യാർത്ഥികൾ സഞ്ചാര ദുരിതം മൂലം പഠിപ്പ് മുടക്കുന്നു. മഴക്കാലത്തും അല്ലാതെയും തന്നെ യാത്രായോഗ്യമല്ലാത്ത റോഡാണ് ഇവിടേക്കുള്ളത്. മണ്ണാർക്കാട് നഗരസമീപമെങ്കിലും കോളനി സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. കോളനിയിലേക്ക് ഇരുവശത്തു കൂടിയുള്ള റോഡുകളുടെയും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെങ്കത്തായ പാറകളാണ് പ്രധാന പ്രശ്നം. ഇക്കാര്യത്തിൽ അധികൃതരുടെ സമീപനവും മൃദുവാണ്. ഈശ്വരന്റെ മണ്ണിൽ മനുഷ്യാധികാരികൾക്ക് എന്ത് നടപടി?